അമിതവണ്ണം ഇന്നത്തെ കാലത്ത് കൂടിക്കൂടി വരികയാണ്. മോർബിഡ് ഒബീസിറ്റി അത് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ. അതുകൂടാതെ ഒരു 20% യങ് ജനറേഷൻ്റെ ഇടയിലും കൂടുതലാണ്. അതിൻ്റെ പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ കഴിക്കുന്ന ആഹാര രീതി, ലാക്ക് ഓഫ് എക്സസൈസ്, വ്യായാമം തീരെ ഇല്ല. പിന്നെ ഈ പ്രോസസ്ഡ് ഫുഡ്, ഷുഗറി ഫുഡൊക്കെ ധാരാളം കഴിക്കുന്നതിൻ്റെ പേരിലാണ് ഈ അമിതവണ്ണം വരുന്നത്. ഈ വണ്ണം ഇത്രയും കൂടുന്നത് വന്ധ്യത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ ഉണ്ടാവുന്ന സ്പെമറ്റോജെനിസിസിനെ ബാധിക്കും. മാത്രമല്ല സ്പേമിൻ്റെ ക്വാളിറ്റി, ബീജത്തിൻ്റെ ക്വാളിറ്റി, ഗുണനിലവാരവും ഈ അമിതവണ്ണം കാരണം കുറയാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്കും പീരിയഡ് റെഗുലറായിട്ട് വരാതിരിക്കും അമിതവണ്ണം കാരണം. അതിൻ്റെ കൂടെ അണ്ടോൽപാദന ശേഷിയും നല്ലവണ്ണം കുറയും. പിന്നെ ഉള്ളത്, ഒരു അമിതവണ്ണമുള്ള ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയാൽ ചാൻസ് ഫോർ അബോർഷൻ ചാൻസ് വളരെ കൂടുതലുമാണ്. രണ്ടാമത്, അഥവാ അവർ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന് ഈ അമ്മയുടെ അമിതവണ്ണം കാരണം അവൻ്റെ ഈ ടെസ്റ്റിസിൻ്റെ ഫങ്ഷനെ ബാധിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആഹാരം നിയന്ത്രിക്കുക, നല്ലവണ്ണം ഡയറ്റിങ്ങും എക്സസൈസും തന്നെയാണ്. ഇപ്പോൾ BMI 35 കൂടുതലാണെങ്കിൽ ബാരിയാട്രിക് സർജറിയാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്ത് കുറേ ഫാറ്റ് ടിഷ്യൂ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാരിയാട്രിക് സർജറി ആണ് ചെയ്യണമെങ്കിൽ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടേ പ്രഗ്നൻ്റ് ആകാവൂ. ഒരു 5 മുതൽ 10% വരെയെങ്കിലും വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്, റിപ്രൊഡക്റ്റീവ് ഫങ്ഷന് നല്ല റിസൾട്ട് കിട്ടും.